അറിയപ്പെടാത്തതിനെ അറിയാം. കുട്ടി ഫാക്സിലേക്ക് സ്വാഗതം. റിയൽ ലൈഫിൽ സൂപ്പർ പവേഴ്സ് ഉള്ള 8 മനുഷ്യരെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി തായിനോക്ക്. 60 വർഷമായി ഉറങ്ങാത്ത ഒരാൾ. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു തള്ള് എന്നാകുമല്ലേ തോന്നുന്നത്? എന്നാൽ അങ്ങനെ ഒരാൾ വിയറ്റ്നാമിലുണ്ട്. 60 വർഷമായി ഉറങ്ങാത്ത ഒരു 80 വയസ്സുകാരൻ. അതെ, 20 വയസ്സിന് ശേഷം തായിനോക്കിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണമന്വേഷിച്ച് തല പുകച്ചു എന്നല്ലാതെ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ ഡോക്ടർമാർക്കോ കാരണമറിയാൻ വന്ന വിദഗ്ധർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. 1962 മുതൽ നോക്കിന്റെ ജീവിതം ഇങ്ങനെയാണെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. ഇവരാരും നോക്ക് ഉറങ്ങുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. നോക്കിന്റെ ജീവിതം അറിഞ്ഞ് ഈ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിരവധി ആളുകൾ നാട്ടിലേക്ക് എത്തിയിരുന്നു. ഇവരും തായിനോക്ക് ഉറങ്ങുന്നത് തങ്ങൾ കണ്ടിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇൻസോമാനിയയിലൂടെയാണ് ഇയാൾ കടന്നു പോകുന്നത് എന്ന് മാത്രമേ വിദഗ്ധരും പറയുന്നുള്ളൂ. എന്നാൽ വിശ്രമം ലഭിക്കാത്തതിന്റെ പേരിൽ നോക്കിന് ഇതുവരെയും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. 60 വർഷമായി ഉറങ്ങാത്ത മനുഷ്യനെക്കുറിച്ച് അറിഞ്ഞ് യൂട്യൂബർ ഡ്രൂ ബിൻസ്കി ജീവിതം ചിത്രീകരിക്കാനായി അടുത്തിടെ തായിനോക്കിന്റെ ഗ്രാമത്തിൽ എത്തിയിരുന്നു. ഈ വീഡിയോ ഇതിനോടകം വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തായിനോക്കിനെ കുറിച്ച് കേട്ടിരുന്നെന്നും എന്നാൽ നേരിൽ കാണാനാകുമെന്ന് കരുതിയില്ലെന്നുമാണ് ബിൻസ്കി പറയുന്നത്. വിയറ്റ്നാം യുദ്ധത്തിൽ തായിനോക്കിന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു. യുദ്ധകാലവും അന്നത്തെ ഭീകരതയുമെല്ലാം നോക്കിന്റെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ടാകും എന്നാണ് ബിൻസ്കി വീഡിയോയിൽ പറയുന്നത്. തായിനോക്കിന്റെ ഗ്രാമത്തിലെത്തിയ യൂട്യൂബർ രാത്രി മുഴുവൻ 80കാരനൊപ്പം കഴിഞ്ഞിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്ന വീഡിയോയിലുണ്ട്. ജോയി മിൽൻ എന്ന സ്കോട്ടിഷ് വനിത 2015 ഒരു റെയർ ടാലന്റിന് പ്രധാന വാർത്തകളിൽ ഇടം നേടി. പാർക്കിൻസൺസ് രോഗമുള്ള ആളുകളെ മണക്കാനുള്ള അവരുടെ കഴിവ് ലോകമെമ്പാടുമുള്ള ഏകദേശം 10 ദശലക്ഷം ആളുകളെ ബാധിക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഇൽനസ് രോഗമാണ് ഇത്. അതിനുശേഷം UK ശാസ്ത്രജ്ഞർ മിൽനയുമായി ചേർന്ന് പാർക്കിൻസൺസിന് അതിന്റെ വ്യതിരിക്തമായ ഘ്രാണ സിഗ്നേച്ചർ നൽകുന്ന തന്മാത്രകളെ കൃത്യമായി കണ്ടെത്തുന്നു. അവർ ഇപ്പോൾ രോഗത്തിന് പ്രത്യേകമായ ഒരു കൂട്ടം തന്മാത്രകളിൽ 0 ചെയ്തിരിക്കുന്നു. അവ കണ്ടെത്തുന്നതിന് ഒരു ലളിതമായ ചർമ്മ സ്വാബ് അധിഷ്ഠിത പരിശോധന സൃഷ്ടിച്ചു. പെർത്തിൽ നിന്നുള്ള 72കാരിയായ റിട്ടയർഡ് നഴ്സ് ജോയിക്ക് ഹെറിഡിറ്ററി ഹൈപ്രോസോമിയ ഉണ്ട്. ഈ അവസ്ഥ അവർക്ക് മണമറിയാനുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി നൽകുന്നു. ഭർത്താവ് ലെസ് ഒരു പുതിയ മസ്തി ദുർഗന്ധം പുറപ്പെടുവിക്കുന്നത് ശ്രദ്ധിച്ചതിന് ശേഷം പാർക്കിൻസൺസിന്റെ മണം തനിക്ക് ലഭിക്കുമെന്ന് അവർ കണ്ടെത്തി. He didn't like perfumes or deodorants. He just smelled a nice musky smell of a male. സുഗന്ധത്തിലെ ഈ മാറ്റത്തെ അവർ രോഗവുമായി ബന്ധിപ്പിച്ചു. 2015 ലെസ് മരിച്ചു. പാർക്കിൻസൺസ് രോഗം മാത്രമല്ല മിൽനയ്ക്ക് മൂക്കിലൂടെ കണ്ടെത്താൻ കഴിയുന്ന രോഗം. അൽഷിമേഴ്സ്, ക്യാൻസർ, ക്ഷയരോഗം എന്നിവയുള്ളവരിൽ സവിശേഷമായ മണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ രോഗങ്ങളുടെ പ്രത്യേക ഓൾഫാക്ടറി സിഗ്നേച്ചേഴ്സ് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് കാണാൻ അവർ ശാസ്ത്രജ്ഞരുമായി പ്രവർത്തിക്കുന്നു. ഈ ഗവേഷണം ഇതേ അവസ്ഥകളുള്ള രോഗികൾക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മിൽന പറയുന്നു. രോഗനിർണയത്തിന് ശേഷം 21 വർഷത്തോളം എൻ്റെ ഭർത്താവ് രോഗബാധിതനായിരുന്നു. പക്ഷേ അതിന് നിരവധി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അതുണ്ടായിരുന്നു. മിൽന 2015 സയന്റിഫിക് അമേരിക്കനോട് ഇപ്രകാരം പറഞ്ഞു: അദ്ദേഹം അനുഭവിച്ചതുപോലെ ആളുകൾ കഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റബേക്ക ഷാറോക്ക്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു ജീവിത കഥയാണ് റബേക്ക ഷാറോക്കിൻ്റേത്. 1990 ഓസ്ട്രേലിയയിൽ ജനിച്ച റബേക്കയ്ക്ക് ഹൈലി സുപ്പീരിയർ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. ഇത് അവളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും വ്യക്തമായും വിശദമായും ഓർമ്മിക്കാൻ അവളെ സഹായിക്കുന്നു. 2005 being a Sunday, that's when I heard that Pope John Paul II died. ഈ അവസ്ഥ ശാസ്ത്രജ്ഞർ വിപുലമായി പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ആഗോളതലത്തിൽ വളരെ കുറച്ച് വ്യക്തികളിൽ മാത്രമേ ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. റബേക്കയുടെ ഓർമ്മ ശരിക്കും അസാധാരണമാണ്. സ്വന്തം ചൈൽഡ്ഹുഡിലെ ഏതൊരു ദിവസത്തിലും താൻ ചെയ്തതും കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഓർത്തെടുക്കാൻ കഴിയും. തീയതികളും സംഭവങ്ങളും പ്രത്യേക ദിവസങ്ങളിലെ കാലാവസ്ഥ പോലും ഓർത്തിരിക്കാനുള്ള റബേക്കയുടെ കഴിവ് ഗവേഷകരെയും സാധാരണക്കാരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തുന്നതാണ്. വളർന്നു വരുമ്പോൾ റബേക്കയുടെ HSAM വെല്ലുവിളികളും അവസരങ്ങളും അവതരിപ്പിച്ചു. ഒരു വശത്ത് അവളുടെ ശ്രദ്ധേയമായ മെമ്മറി സ്കൂളിൽ മികവ് പുലർത്താനും വലിയ അളവിലുള്ള വിവരങ്ങൾ അനായാസമായി മനഃപ്പാടമാക്കാനും അവളെ സഹായിച്ചു. മറുവശത്ത് അവളുടെ ഓർമ്മകൾ അതിശക്തവും വൈകാരികമായി തീവ്രവുമാണ്. വിവിധ ഡോക്യുമെന്ററികളിലും ടെലിവിഷൻ പ്രോഗ്രാമുകളിലും അഭിനയിച്ചതിനു ശേഷം റബേക്കയുടെ കഥ വ്യാപകമായി ശ്രദ്ധ നേടി. ഇതിലൂടെ HSMനെ കുറിച്ച് അവബോധം വളർത്തുന്നതിനും ന്യൂറോളജിക്കൽ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിനും അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അഭിഭാഷകയായി അവർ മാറി.
ദ റബ്ബർ ബോയ് എന്നറിയപ്പെടുന്ന ഡാനിയൽ ബ്രൗണിംഗ് സ്മിത്ത് അവിശ്വസനീയമായ വഴക്കത്തിനും കൺട്രോഷനിസ്റ്റ് കഴിവുകൾക്കും പേരുകേട്ട ഒരു വ്യക്തിയാണ്. 1979 ജനിച്ച ഡാനിയൽ ചെറുപ്പത്തിൽ തന്നെ തന്റെ അസാധാരണമായ കഴിവ് കണ്ടെത്തി. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ കൺട്രോഷനിസ്റ്റുകളിൽ ഒരാളായി മാറി. മോസ്റ്റ് ഫ്ലെക്സിബിൾ മാൻ, ഫാസ്റ്റസ്റ്റ് ടൈം ടു ട്രാവൽ 20 meters ഇൻ എ കൺട്രോഷൻ റോൾ എന്ന റെക്കോർഡുകളും ഉൾപ്പെടെ ഒന്നിലധികം ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കി. ഗ്രേസ്ഫുള്ളായും അനായാസതയോടു കൂടിയും അസാധ്യമെന്ന് തോന്നുന്ന സ്ഥാനങ്ങളിലേക്ക് ശരീരത്തെ വളച്ചൊടിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ മനുഷ്യന്റെ ശരീരഘടനയുടെ പരിധികളെ മറികടക്കുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൺട്രോഷനിസ്റ്റ് കഴിവുകൾ കൂടാതെ ഡാനിയൽ ഒരു നടനും ടെലിവിഷൻ അവതാരകനും മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ്. എന്നിരുന്നാലും ഹാർഡ് വർക്കിലൂടെയും ഡെഡിക്കേഷനിലൂടെയും അദ്ദേഹം ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുകയും ലോകമെമ്പാടുമുള്ള തന്റെ സമപ്രായക്കാരുടെയും ആരാധകരുടെയും ആദരവ് നേടുകയും ചെയ്തു. തന്റെ കൺട്രോഷനിസ്റ്റ് പ്രകടനങ്ങൾക്കും ടെലിവിഷൻ പ്രകടനങ്ങൾക്കും പുറമെ ഡാനിയൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. തന്റെ കഴിവുകൾ ഉപയോഗിച്ച് അവയർനെസ് ക്ലാസുകൾ നൽകിയും വിവിധ കാരണങ്ങൾക്കായി ഫണ്ട് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ലൈഫിനപ്പുറം ഹെൽത്ത്, വെൽനസ് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ വാക്താവ് കൂടിയായിരുന്നു ഡാനിയൽ. മറ്റുള്ളവരെ അവരുടെ സ്പെഷ്യാലിറ്റി ഉൾക്കൊള്ളാനും അവരുടെ അഭിനിവേശങ്ങളെ പിന്തുടരാനും അവരുടെ ലിമിറ്റ്സ് ബ്രേക്ക് ചെയ്യാനും പ്രചോദിപ്പിക്കാനും അദ്ദേഹം തന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു. ജോ കാമറൂൺ ശാസ്ത്രജ്ഞരുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ അസാധാരണമായ ജീവിതകഥയുള്ള ശ്രദ്ധേയയായ ഒരു സ്ത്രീയാണ് ജോ കാമറൂൺ. 1949 സ്കോട്ട്ലൻഡിൽ ജനിച്ച ജോയ്ക്ക് അപൂർവമായ ഒരു ജനിതക പരിവർത്തനമുണ്ട്. അത് അവളെ വേദനയ്ക്കും ഉത്കണ്ഠയ്ക്കും വിധേയയാക്കുന്നില്ല. കൂടാതെ ജീവിതത്തിൽ അസാധാരണമായ ആവേശവും ശുഭാപ്തി വിശ്വാസവും നൽകുന്നു. ഇടുപ്പിന്റെയും കൈയുടെയും വലിയ ശസ്ത്രക്രിയകൾക്ക് ശേഷം വേദന അനുഭവപ്പെടുന്നില്ലെന്ന് ഡോക്ടർ ശ്രദ്ധിച്ചതിനെ തുടർന്ന് സ്കോട്ട്ലൻഡിൽ താമസിക്കുന്ന ജോയെ 2013 UCLലെ പെയിൻ ജനറ്റിസിസ്റ്റുകളുടെ അടുത്തേക്ക് റഫർ ചെയ്തു. 6 വർഷത്തെ തിരച്ചിലിന് ശേഷം അവർ ഫാ ഔട്ട് എന്ന് പേരിട്ട ഒരു പുതിയ ജീൻ തിരിച്ചറിഞ്ഞു. അതിൽ റെയർ ജനറ്റിക് മ്യൂട്ടേഷൻ അടങ്ങിയിരിക്കുന്നു. ഫായിലെ മറ്റൊരു കൂടുതൽ സാധാരണമായ മ്യൂട്ടേഷനുമായി സംയോജിച്ച് ജോയിയുടെ അതുല്യമായ സ്വഭാവ സവിശേഷതകൾക്ക് ഇത് കാരണമാണെന്ന് കണ്ടെത്തി. ജീവിതത്തിലെ വെല്ലുവിളികളെ ശാന്തവും പോസിറ്റീവ് മനോഭാവത്തോടെ അവർ സമീപിക്കുന്നു. ഇത് അവളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമിടയിൽ സൂപ്പർ വുമൺ എന്ന വിളിപ്പേര് നേടി. അവളുടെ ശ്രദ്ധേയമായ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും ജോയിയുടെ ജീവിതം അതിന്റെ പോരാട്ടങ്ങളാൽ നിറഞ്ഞിരുന്നു. വളർന്നപ്പോൾ വേദനയോടുള്ള അവഗണന കാരണം ശ്രദ്ധിക്കപ്പെടാത്ത പരിക്കുകൾ ഉൾപ്പെടെ അവളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി വെല്ലുവിളികൾ അവൾ നേരിട്ടു. ജോ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലവും ശുഭാപ്തി വിശ്വാസമുള്ളവളുമായി തുടർന്നിരുന്നു. വേദനയുടെയും ആൻസൈറ്റിയുടെയും ജനറ്റിക് ബേസിസ് ഗവേഷകർ ശ്രമിക്കുന്നതിനാൽ ജോയുടെ കഥ ശാസ്ത്ര സമൂഹത്തിൽ വ്യാപകമായ താൽപ്പര്യം സൃഷ്ടിച്ചു. ജോയുടെ അതുല്യമായ മ്യൂട്ടേഷൻ പഠിക്കുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന വിട്ടുമാറാത്ത വേദനയും ആൻസൈറ്റി രോഗങ്ങൾക്കുമുള്ള പുതിയ ചികിത്സകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു. ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾക്കപ്പുറം പ്രതികൂല സാഹചര്യങ്ങളിൽ അവരുടെ പോസിറ്റീവ് മനോഭാവത്തിനും പ്രതിരോധ ശേഷിക്കും ജോ പലർക്കും പ്രചോദനമാണ്. എല്ലാ വെല്ലുവിളികളും അവസരങ്ങളും നന്ദിയോടുകൂടി സ്വീകരിച്ച് അവർ ജീവിതം പൂർണ്ണമായി ജീവിക്കുന്നത് തുടരുന്നു. ഇന്ത്യയിലെ ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഹ്യൂമൻ കാൽക്കുലേറ്റർ, യൂട്യൂബർ, അതുപോലെ തന്നെ ഓൺട്രപ്രണറുമാണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്ന് പേരിട്ടിരിക്കുന്നു. ശ്രീനിവാസൻ ജോനലഗ്ഡയുടെയും ഹേമ ശിവ പാർവതിയുടെയും മകനായി എലൂരുവിലാണ് നീലകണ്ഠ് ഭാനു ജനിച്ചത്. 2005 5ാമത്തെ വയസ്സിൽ തലയ്ക്ക് പരിക്കേറ്റ അദ്ദേഹം ഒരു വർഷം മുഴുവൻ കിടപ്പിലായി. 2020 മൈൻഡ് സ്പോർട്സ് ഒളിമ്പിയാഡ് നടന്ന 2020 മെന്റൽ കാൽക്കുലേഷൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം സ്വർണം നേടി. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് 50 ലിംക റെക്കോർഡുകളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അപ്പോൾ മനസ്സിനെ സജീവമായി നിലനിർത്താൻ മാത്സും കാൽക്കുലേഷനുകളും ചെയ്തു. കുട്ടിക്കാലം മുതലേ ഗണിതശാസ്ത്രത്തിൽ വൈദഗ്ധ്യമുള്ള കുട്ടിയായിരുന്നു അദ്ദേഹം. നിരവധി സ്പീഡ് മാത്തമാറ്റിക്സ് കണക്കുകൂട്ടൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി 5ാം വയസ്സിൽ ചാമ്പ്യൻഷിപ്പുകൾ നേടിയിട്ടുണ്ട്. 2013 ഇന്റർനാഷണൽ സ്പീഡ് മാത്ത് ചാമ്പ്യൻ, 2011, 2012, 2015 ഈ വർഷങ്ങളിലെ നാഷണൽ സ്പീഡ് മാത്ത് ചാമ്പ്യൻ. അതോടൊപ്പം തന്നെ മാത്ത് ജീനിയസ് അവാർഡും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഹൈദരാബാദിലെ ഭാരതീയ വിദ്യാഭവൻ പബ്ലിക് സ്കൂളിൽ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഒരു കാൽക്കുലേറ്ററിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ കണക്കുകൂട്ടാൻ അദ്ദേഹത്തിന്റെ തലച്ചോറിന് കഴിവുണ്ടെന്ന് ഭാനുപ്രകാശിനെ കുറിച്ച് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. ഈ റെക്കോർഡുകൾ നേരത്തെ സ്കോട്ട് ഫ്ലാൻസ്ബർഗ്, ശകുന്തള ദേവി തുടങ്ങിയ ഗണിതശാസ്ത്രജ്ഞരുടെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയെ ഗണിതശാസ്ത്രത്തിന്റെ ആഗോള തലത്തിലേക്ക് കൊണ്ടുപോവാൻ അദ്ദേഹം തന്റെ ഭാഗം ചെയ്തുവെന്ന് ഭാനുപ്രകാശ് വിശ്വസിക്കുന്നു. 2020 ഓഗസ്റ്റ് 15 ലണ്ടനിൽ നടന്ന MSOയിൽ
ഇന്ത്യ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയതായി അദ്ദേഹം പറഞ്ഞു. വിം ഹോഫ് ദ ഐസ്മാൻ എന്നും അറിയപ്പെടുന്നു. ജനനം 20 ഏപ്രിൽ 1959. ഒരു ഡച്ച് മോട്ടിവേഷണൽ സ്പീക്കറും കുറഞ്ഞ താപനിലയെ നേരിടാനുള്ള കഴിവിന് പേരുകേട്ട തീവ്ര കായിക താരവുമാണ് ഇദ്ദേഹം. മഞ്ഞിനടിയിൽ നീന്തിയതിനും ദീർഘനേരം മുഴുവൻ ശരീരവും മഞ്ഞിനുള്ളിൽ പൊതിഞ്ഞു നിന്നതിനും ഇദ്ദേഹം മുൻപ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. കൂടാതെ മഞ്ഞിൽ ബെയർ ഫൂട്ടിൽ ഹാഫ് മാരത്തൺ എന്ന റെക്കോർഡും ഇദ്ദേഹത്തിനുണ്ട്. ഇടയ്ക്കിടെയുള്ള ജലദോഷം, ബ്രീത്തിംഗ് ടെക്നിക്സ്, ധ്യാനം എന്നിവയുടെ കോമ്പിനേഷനാണ് തന്റെ വിം ഹോഫ് രീതി എന്നാണ് അദ്ദേഹം പറയുന്നത്. തണുപ്പിനെ കുറിച്ചുള്ള വിം ഹോഫിന്റെ ആദ്യത്തെ പ്രസക്തമായ അനുഭവങ്ങൾ 17 വയസ്സുള്ളപ്പോൾ മുതലാണ് തുടങ്ങുന്നത്. ബിയാട്രിക്സ് പാർക്ക് കനാലിന്റെ തണുത്ത വെള്ളത്തിലേക്ക് ചാടാൻ അദ്ദേഹത്തിന് പെട്ടെന്നുള്ള ഒരു പ്രേരണ അനുഭവപ്പെട്ടു. ആദ്യത്തെ പ്രസക്തമായ ശാസ്ത്രീയ അന്വേഷണം 2011 റാഡ്ബൗഡ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചു. 2011 ഏപ്രിൽ 19 ഈ പഠനത്തിന്റെ ഫലങ്ങൾ ഡച്ച് ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തു. 2024 മാർച്ച് വരെ വിം ഹോഫ് മെത്തേഡുമായി ബന്ധപ്പെട്ട് 32 പേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2015 2016 4 ഡോക്ടർമാർ മുങ്ങിമരിച്ചു. ബ്രീത്തിംഗ് എക്സസൈസുകളാണ് ഇതിന് കാരണമെന്ന് ബന്ധുക്കൾ സംശയിച്ചു. 2021 സിംഗപ്പൂരിലെ ഒരു മനുഷ്യൻ ഈ രീതി പരീക്ഷിക്കുന്നതിനിടെ ഒരു കോണ്ടോമിനിയം കുളത്തിൽ മുങ്ങിമരിച്ചു. വിം ഹോഫ് മെത്തേഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മരണത്തിന്റെ പ്രധാന കാരണം ആഴമില്ലാത്ത വെള്ളത്തിന്റെ തകരാറാണെന്ന് തോന്നുന്നു. അവിടെ പ്രാക്ടീഷണർമാർ വെള്ളത്തിലോ പരിസരത്തോ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുകയും അപ്രതീക്ഷിതമായി ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സ്റ്റീഫൻ വിൽഷർ 1974 ഏപ്രിൽ 24 ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ സ്റ്റീഫൻ വിൽഷർ ജനിച്ചു. 3 വയസ്സുള്ളപ്പോൾ ഓട്ടിസം സ്റ്റീഫന് ഉണ്ടെന്ന് കണ്ടെത്തി. ഓട്ടിസം രോഗനിർണയം നടത്തിയിട്ടും സ്റ്റീഫന്റെ വരയ്ക്കാനുള്ള ആദ്യകാല കഴിവ് പ്രകടിപ്പിക്കുകയും ശ്രദ്ധേയമായ വിഷ്വൽ മെമ്മറി ഉണ്ടായിരിക്കുകയും ചെയ്തു. സ്റ്റീഫൻ വാക്കാലുള്ള ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടിയെങ്കിലും തന്റെ കലയിലൂടെ ആശ്വാസവും ആവിഷ്കാരവും കണ്ടെത്തി. സ്റ്റീഫന് അസാധാരണമായ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടായിരുന്നു. ഇത് തന്റെ ചുറ്റുപാടുകളുടെ സങ്കീർണമായ വിശദാംശങ്ങൾ ഓർമ്മിക്കാനും പുനർനിർമ്മിക്കാനും അദ്ദേഹത്തിനെ അനുവദിച്ചു. 5-ാമത്തെ വയസ്സിൽ കെട്ടിടങ്ങളുടെയും രംഗങ്ങളുടെയും വിശദമായതും കൃത്യവുമായ റെപ്രസെന്റേഷൻസ് ഓർമ്മയിൽ നിന്ന് വരയ്ക്കാനുള്ള സ്റ്റീഫന്റെ കഴിവ് അധ്യാപകർ ശ്രദ്ധിച്ചു. അവിശ്വസനീയമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ടെലിവിഷൻ പരിപാടികളിലും ഡോക്യുമെന്ററികളിലും പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം സ്റ്റീഫൻ വ്യാപകമായി ശ്രദ്ധ നേടി. സ്റ്റീഫന്റെ ഏറ്റവും നോട്ടബിൾ വർക്സിൽ ഒന്നാണ് ലണ്ടന്റെ പനോറമിക് ഡ്രോയിങ്. നഗരത്തിന്റെ മുകളിലൂടെ ഒരൊറ്റ ഹെലികോപ്റ്റർ സവാരിക്ക് ശേഷം അദ്ദേഹം ഓർമ്മയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ആ ചിത്രം. സ്റ്റീഫൻ ലോകമെമ്പാടുമുള്ള നിരവധി യാത്രകൾ ആരംഭിച്ചു. അവിടെ അദ്ദേഹം പ്രശസ്തമായ ലാൻഡ് മാർക്കുകളും സിറ്റി സ്പേസുകളും അതിശയകരമായ കൃത്യതയോടെ വരച്ചു. 2006 കലയ്ക്കുള്ള സേവനങ്ങൾക്ക് MBE മെമ്പർ ഓഫ് ദ ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ ഉൾപ്പെടെയുള്ള കലാപരമായ നേട്ടങ്ങൾക്ക് സ്റ്റീഫന് അംഗീകാരവും അവാർഡുകളും ലഭിച്ചു. അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ ലോകമെമ്പാടുമുള്ള ഗ്യാലറികളിലും മ്യൂസിയങ്ങളിലും പ്രദർശിപ്പിക്കുകയും കലാപ്രേമികളെയും ആരാധകരെയും ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റീഫൻ തന്റെ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുകയും ഓട്ടിസം ബാധിച്ച ഒരു കലാകാരനെന്ന നിലയിൽ തന്റെ യാത്ര പങ്കിടുകയും ചെയ്യുന്ന നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഉള്ള വ്യക്തികളുടെ ടാലന്റ്സ് ആൻഡ് എബിലിറ്റീസ് ഉയർത്തിക്കാട്ടാൻ തന്റെ പ്ലാറ്റ്ഫോം അദ്ദേഹം ഉപയോഗിച്ചു. സ്റ്റീഫൻ ഓട്ടിസം അവബോധത്തിനും സ്വീകാര്യതയ്ക്കും വേണ്ടി വാദിക്കുന്നു. ഓട്ടിസം ബാധിച്ച വ്യക്തികൾക്ക് റിസോഴ്സുകളും പിന്തുണയും നൽകുന്നു. സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനായി ചാരിറ്റി പരിപാടികളിലും ധനസമാഹരണങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റീഫന്റെ അതുല്യമായ കാഴ്ചപ്പാടും കഴിവും കലയെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുകയും ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ കലാകാരന്മാരെയും ആരാധകരെയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കഥ നിരവധി ഡോക്യുമെന്ററികളിലും വാർത്താലേഖനങ്ങളിലും അഭിമുഖങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റീഫൻ വിൽഷെയറിന്റെ കഥ കലയുടെയും ശക്തിയുടെയും മനുഷ്യാത്മാവിന്റെ പ്രതിരോധ ശേഷിയുടെയും തെളിവാണ്. എല്ലാ കഴിവുകളുമുള്ള വ്യക്തികളെ അവരുടെ അഭിനിവേശങ്ങളും സ്വപ്നങ്ങളും പിന്തുടരാൻ പ്രചോദിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ അതിരുകളില്ലാത്ത ക്രിയേറ്റിവിറ്റിയും സാധ്യതകളെയും ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കലാജീവിതം നമ്മുടെ കൺമുൻപിൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.